Hi, hello all, welcome to my YouTube channel. നെക്സ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത് പവർ ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്ന് പറഞ്ഞ റൈറ്റർ എഴുതിയതാണ്. ഈ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്ന് പറഞ്ഞ റൈറ്റർ അദ്ദേഹത്തിനെ കുറിച്ച് ഒന്നും അറിഞ്ഞിരിക്കണം. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ് ഐതിഹ്യമാല. ഐതിഹ്യമാല എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് സ്റ്റോറീസ് ആണ്. കേരളത്തിലെ ഒരു കളക്ഷൻ ഓഫ്, അതായത് കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും മിത്തിക്കലായിട്ടുള്ള സ്റ്റോറീസും നമ്മുടെ കടമറ്റത്ത് കത്തനാർ അങ്ങനെയൊക്കെയുള്ള സ്റ്റോറീസ് ഇല്ലേ, അതെല്ലാം നമ്മുടെ ഐതിഹ്യമാലയ്ക്കകത്തുണ്ട്. അപ്പോൾ കേരളത്തിലെ സ്റ്റോറീസും എല്ലാം ആണ് ഐതിഹ്യമാല എന്നുള്ള കളക്ഷൻ ബുക്കിനകത്തുള്ളത്. അതൊരു കളക്ഷൻ ഓഫ് സ്റ്റോറീസ് ആണ്. ഐതിഹ്യമാലയ്ക്കകത്ത് നമ്മുടെ കായംകുളം കുച്ചണി പോലുള്ള കഥകളൊക്കെ ഇല്ലേ, അപ്പം യക്ഷി കഥകൾ, അതെല്ലാം ഉള്ളതാണ് ഐതിഹ്യമാലയ്ക്കകത്ത്. അപ്പോൾ അത് എഴുതിയ ആളാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ റിയൽ നെയിം വാസുദേവൻ എന്നാണ്. അപ്പോൾ ഐതിഹ്യമാലയ്ക്കകത്ത് പബ്ലിഷ് ചെയ്ത ഒരു ഷോർട്ട് സ്റ്റോറിയാണ് പവർ ഓഫ് ഫെയ്ത്ത്. ഈ പവർ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് അതിന്റെ മലയാളം എന്ന് പറയുന്നത് വിഡ്ഢി കൂഷ്മാണ്ഡം. വിഡ്ഢി കൂഷ്മാണ്ഡം എന്ന് പറയുന്നത് എന്താണ്? ഒരു വിഡ്ഢിയെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഒരു ഫൂളിനെ വിളിക്കുന്ന, ഒരു ഇഡിയറ്റിനെ വിളിക്കുന്ന പേരാണ് വിഡ്ഢി കൂഷ്മാണ്ഡം എന്ന് പറയുന്നത്. ഈ വിഡ്ഢി കൂഷ്മാണ്ഡത്തിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് പവർ ഓഫ് ഫെയ്ത്ത്. അപ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ടി.സി. നാരായണൻ എന്ന് പറഞ്ഞ ആളാണ്. അയാൾ ഈ ഐതിഹ്യമാലയെ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിലോട്ട്. അതിന്റെ ബുക്കിന്റെ ടൈറ്റിലും ഒക്കെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പേജിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പൊ ഈ വിഡ്ഢി കൂഷ്മാണ്ഡം എന്ന് പറയുന്നത് കഥ വളരെ ഷോർട്ടാണ് കേട്ടോ. നമ്മൾ എന്തുകൊണ്ട് നമ്മളിൽ വിശ്വസിക്കണം, നമുക്ക് എന്തുകൊണ്ട് നമ്മളിൽ തന്നെ ഒരു സ്ട്രോങ് ബിലീഫ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് എപ്പോഴും നോളജ് കിട്ടുമെന്നൊരു വിചാരമേ വേണ്ട. ചിലപ്പോൾ നമുക്ക് നമ്മുടെ വിസ്ഡത്തിൽ നിന്നും, അതായത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? നോളജ് കിട്ടും. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ട്രോങ് ബിലീഫും നമുക്കൊരു വിൽ പവറും ഉണ്ടെങ്കിൽ, ഒരു സ്ട്രോങ് നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം ഉണ്ടെങ്കിലും, നമുക്ക് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിലും വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ വേണമെന്നില്ല, അല്ലെങ്കിൽ നോളജ് വേണമെന്നില്ല, നമുക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാം. അതാണ് ഈ ഒരു സ്റ്റോറിക്കകത്ത് പറയുന്നത്. സ്ട്രോങ് ബിലീഫും ഡിവോഷനും ഉണ്ടെങ്കിൽ, അതാ തുടക്കത്തിൽ പറയുന്നുണ്ട് സ്റ്റോറിയുടെ. ഒരു ഫണ്ണി സ്റ്റോറിയാണ്. ഒരു മോറൽ ലെസൺ ആണ് എൻഡിലുള്ളത്. മോറൽ ലെസൺ ഇതാണ്: നമുക്ക് നമ്മളിൽ തന്നെ സ്ട്രോങ് ബിലീഫ് ഉണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മൾ സിൻസിയർ ആയിട്ട് ഡിവോഷണൽ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഡിവോഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനെ പ്രാർത്ഥിക്കണം എന്നുള്ള മീനിങ് അല്ല, നമ്മൾ സിൻസിയർ ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? എഡ്യൂക്കേഷൻ വേണമെന്ന് തന്നെ ഇല്ല, നമുക്ക് ജീവിതത്തിൽ നമ്മൾ സക്സസ്ഫുൾ ആവും. അതാണ് ഇവിടെ, ആ ഒരു ചെറിയ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇതിനകത്ത് നമ്മുടെ കഥാപാത്രം പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് കൊച്ചുരാമൻ എന്ന് പറയുന്ന ഒരു പയ്യനാണ്. അപ്പൊ ഈ കൊച്ചുരാമൻ എന്ന് പറയുന്ന പയ്യൻ ഒരു ഫേമസ് വിഷവൈദ്യൻ. അപ്പൊ ആദ്യമേ ഇങ്ങനെ തുടങ്ങുന്നത്, കൊച്ചുരാമന്റെ വീടിന്റെ അടുത്ത് ഒരു ഫേമസ് വിഷവൈദ്യൻ ഉണ്ടായിരുന്നു. വിഷവൈദ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആന്റി വിനം ട്രീറ്റ്മെന്റ് നടത്തുന്ന ആള്. പാമ്പ് കടിച്ചാലോ തെകള് കുത്തിയാലോ അതിന്റെ വിഷമെടുത്ത് കളയുന്ന ആള് വിഷവൈദ്യൻ. ആ വിഷവൈദ്യൻ ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പൊ വിഷവൈദ്യൻ എന്ന് പറയുന്നത് താമസിക്കുന്നത് നമ്മുടെ കഥാപാത്രമായ കൊച്ചുരാമൻ എന്ന് പറഞ്ഞ പയ്യന്റെ വീടിന്റെ തൊട്ടടുത്താണ്. ഈ കൊച്ചുരാമൻ എന്ന് പറയുന്ന വളരെയധികം ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള, ഭയങ്കര പോവർട്ടിയിൽ താമസിക്കുന്ന ഒരു പയ്യനാണ്. ഇല്ലിറ്ററേറ്റ് ആണ്, എഡ്യൂക്കേഷൻ ഒന്നും കിട്ടിയിട്ടില്ല, ഒരു ജോലിയും കൂലിയും ഒന്നും ഇല്ല. അപ്പോൾ കൊച്ചുരാമന്റെ തൊട്ടടുത്താണ് ഈ ഫേമസ് ആയിട്ടുള്ള വിഷവൈദ്യൻ താമസിക്കുന്നത്. അയാളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. അയാളെ കാണാൻ ഒരു ദിവസവും ഒരു 100,000 ആളുകൾ വരും. എന്നിട്ട് ട്രീറ്റ് ചെയ്യും, അയാളെ ട്രീറ്റ് ചെയ്യും, അവർ സന്തോഷത്തോടെ തിരികെ പോകും. വലിയ ഫീസൊന്നും മേടിച്ചില്ലെങ്കിലും പക്ഷെ ആ വന്ന് സുഖപ്പെട്ട് പോകുന്നവർ തിരിച്ച് വലിയ വലിയ എമൗണ്ടും റിവാർഡും സമ്മാനവും ഒക്കെ ഈ വിഷവൈദ്യന് കൊടുക്കും. അങ്ങനെ ഈ വിഷവൈദ്യൻ ഭയങ്കര റിച്ച് ആയിട്ട് മാറി. കൊച്ചുരാമൻ എന്ത് ചെയ്തു? ദിവസത്തെ, അതായത് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പോലും ചെയ്യാനുള്ള കഴിവില്ല, ഭയങ്കര പുവറാണ്. കൊച്ചുരാമൻ ഭയങ്കര ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ് താമസിക്കുന്നത്. പോവർട്ടിയാണ്, ഫുള്ള് ഇല്ലിറ്ററേറ്റ് ആണ്, വലിയ മിടുക്കനൊന്നുമല്ല, വളരെ മണ്ടനായിട്ടൊരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നോക്കിയപ്പോൾ ഉണ്ടോ, ഇയാളുടെ വീടിന്റെ അടുത്തുള്ള ഫേമസ് വിഷവൈദ്യൻ ഭയങ്കര റിച്ചായി. അപ്പൊ ഇയാൾ വിചാരിച്ചു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ വിഷവൈദ്യം പഠിക്കാം, കാരണം എനിക്കും റിച്ച് ആവണം. അങ്ങനെ ഇയാൾ വിചാരിച്ച് എന്തെങ്കിലും മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ വിഷവൈദ്യം പഠിക്കാമെന്ന്. അതങ്ങനെ പഠിച്ചാൽ മതിയെന്ന് വിചാരിച്ച് ഇയാൾ എന്ത് ചെയ്തു? ആളുകളുടെ അടുത്തെല്ലാം ചോദിച്ചു കിടന്നു, എന്താണ് ഈ വിഷവൈദ്യം പഠിക്കാൻ മന്ത്രം മതിയൊന്നു. അപ്പൊ ഏതോ ഒരു മണ്ടം പറഞ്ഞു കൊടുത്ത് ഈ ഫേമസ് വിഷവൈദ്യന്റെ അടുത്ത് പോയി ചോദിച്ചാൽ മതി, അയാളൊരു മന്ത്രം ചൊല്ലും. ആ മന്ത്രം ഒരു 1000 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ, ഒരു 100,000 ടൈംസ് ചൊല്ലിക്കഴിഞ്ഞാൽ നിനക്കും വിഷവൈദ്യനാവാന്ന് പറയും. ഇവൻ എന്ത് ചെയ്തു? കേട്ട പാതി കേൾക്കാത്ത പാതി ഈ ഫേമസ് വിഷവൈദ്യനെ കാണാൻ വേണ്ടി പോയി. അപ്പൊ വെറുതെ പോകാൻ പറ്റത്തില്ലല്ലോ, എന്തെങ്കിലും ഒരു ദക്ഷിണയായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ, ഓഫറിങ്സ് കൊടുക്കണ്ടേ. അപ്പൊ ഇവന്റെ തോട്ടത്തിലുള്ള GOURD, ഗോഡ് എന്ന് പറഞ്ഞ ഒരു പച്ചക്കറി, നമ്മുടെ കത്തിരിക്കയെന്നോ അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഇതാണ്. നമ്മുടെ പാവയ്ക്ക പോലെ വേറൊരു ടൈപ്പാണ് കേട്ടോ, നമ്മുടെ കുക്കുംബർ പോലൊരു സംഭവം. GOURD, ഗോഡ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവന്റെ ഗാർഡനിൽ നിന്ന് തന്നെ അത് പിച്ചി 2-3 എണ്ണം പിച്ചി ഫേമസ് വിഷവൈദ്യന്റെ ഡോർ സ്റ്റെപ്പിന്റെ അവിടെ രാവിലെ കൊണ്ടുപോയി വെച്ചു. ഫേമസ് വിഷവൈദ്യൻ രാവിലെ വന്ന് കഥ തുറന്നപ്പോൾ ഇവൻ വന്ന് നിൽക്കുക, എന്തുവാ ഈ കത്തിരിക്ക പോലുള്ള സാധനമായിട്ട്. കത്തിരിക്ക അല്ലടാ, അത് ഒരു കുക്കുംബർ പോലൊരു സാധനമാണേ.
അതുമായിട്ട് നിൽക്കുക. അവനെ കണ്ടതും നമ്മുടെ ഫേമസ് വിഷവൈദ്യൻ അങ്ങ് ദേഷ്യമായി. കാരണം രാവിലെ വന്ന് ഇവൻ പച്ചക്കറിയായിട്ട് വന്ന് നിൽക്കുക. രാവിലെ കഥ പറഞ്ഞത് കാണുന്നത് ഇവനെയാണ്. ഈ ഫേമസ് വിഷവൈദ്യൻ എന്ത് ചെയ്തു? വിഡി എന്ന് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു കൂഷ്മാണ്ഡം എന്തിനാന്ന്. കൂഷ്മാണ്ഡം എന്ന് വെച്ചാൽ ഈ പച്ചക്കറിയെ വിളിക്കുന്ന പേരാണ്. ഇവനെ വിഡ്ഡിന്ന് കയറി വിളിച്ചു. അപ്പൊ ഇവൻ എന്ത് ചെയ്യുവാണ്? ഇവൻ ഈ അങ്കലാപ്പലും ടെൻഷനിലും ഇവൻ കേട്ടത് എന്താണ്? വിഡ്ഡി കൂഷ്മാണ്ഡം എന്നാണ്. ഇവൻ എന്തോ വിചാരിച്ചത്, ഇതെന്തോ മന്ത്രമാണ്, ഇത് ചൊല്ലിക്കഴിഞ്ഞ് എനിക്ക് വിഷവൈദ്യനാവാന്ന് വിചാരിച്ച് ഇവൻ എന്ത് ചെയ്തു? ഇയാളുടെ കാലും തൊട്ട് തൊഴുത് ആ പച്ചക്കറി അവിടെ വെച്ചിട്ട് ഓടിക്കളഞ്ഞു. എന്നുവെച്ചാൽ എനിക്ക് എൻ്റെ ഗുരുനാഥൻ മന്ത്രം പറഞ്ഞു തന്നേന്ന് പറഞ്ഞ് ഇവൻ ഓടി. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു? വേഗം പോയി കുളിച്ചിട്ട് അവിടെ ഇരുന്ന് 1000 തവണ വിഡ്ഡി കൂഷ്മാണ്ഡം എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇവനിങ്ങനെ അവസാനം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇവനെയും തേടി വരാം. ഇവൻ എന്ത് ചെയ്തു? ഈ വിഷത്തിൻ്റെ, അതായത് ആരെങ്കിലും പാമ്പ് കടിച്ചാലോ ഒക്കെ ഇവൻ എന്ത് ചെയ്തു? അവരവരുടെ വീട്ടിൽ പോയി ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇവരെങ്ങനെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്? വിഡ്ഡി കൂഷ്മാണ്ഡം എന്ന് പറഞ്ഞിട്ട് ഇവൻ ഭസ്മവും ഇട്ട് വെള്ളവും തൂകുമ്പോഴത്തേക്കും വെള്ളവും ആളുകളുടെ ദേഹത്തോട്ട് തളിക്കുമ്പോഴത്തേക്കും ആളുകൾ അങ്ങ് എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി. അപ്പം എന്ത് ചെയ്തു? ഇവനും വീണ്ടും പഴയ പോലെ അങ്ങ് ഇവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? റിച്ച് ആവാൻ തുടങ്ങി. എന്താണ്, എന്തോ ഒരു ഭാഗ്യത്തിന് ഇവൻ ചെയ്യുമ്പോൾ വിഡ്ഡി കൂഷ്മാണ്ഡം എന്നുള്ള മന്ത്രവും ചൊല്ലി ഇവൻ എന്ത് ചെയ്യും? വെള്ളവും തളിക്കുമ്പോഴത്തേക്ക് ആളുകൾ അങ്ങ് വിഷം പോയി എഴുന്നേക്കാൻ തുടങ്ങി, എന്തോ ഭാഗ്യത്തിന്. അങ്ങനെ ഇവൻ ഭയങ്കര ഫേമസ് ആവാൻ തുടങ്ങി. എന്നിട്ട് ഇവനെ അങ്ങനെ ആ സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന രാജാവിന് ഇതുപോലെ വയ്യാതായി. എന്തോ ഒരു വിഷം പറ്റി വയ്യാതായി. അയാൾ മരണക്കിടക്കയിലായി. ആളുകളെല്ലാവരും, അതായത് രാജകൊട്ടാരത്തിലുള്ള എല്ലാവരും ഇയാൾക്ക് മരിക്കാറായെന്നും പറഞ്ഞ് ഫ്യൂണറൽ വരെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ആയിരിക്കെ ലോകത്തുള്ള എല്ലാ വിഷവൈദ്യന്മാരും നമ്മുടെ ഫേമസ് വിഷവൈദ്യനും ചികിത്സിച്ചിട്ടും റെഡിയായില്ല. അപ്പം ആരാണ്ട് പറഞ്ഞു, കൊച്ചുരാമൻ എന്ന് പറഞ്ഞ് ഇതുപോലൊരു വൈദ്യനുണ്ട്, അവനെ കൂടി വിളിച്ചിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചുരാമനെ വിളിച്ച് കോടതിയിൽ നമ്മുടെ കൊട്ടാരത്തിലോട്ട് കൊച്ചുരാമൻ ഓടി വന്നു. കൊച്ചുരാമൻ വന്നിട്ട് പറയുകയാണ്, ഞാൻ ശരിയാക്കി തരാം. രാജാവ് ഇപ്പോൾ ഉടനെ എഴുന്നേക്കും. എന്നിട്ട് പറഞ്ഞു, അവിടുത്തെ കൊട്ടാരം കുക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു, രാജാവ് പെട്ടെന്ന് തന്നെ എഴുന്നേക്കും. രാജാവ് എഴുന്നേൽക്കുമ്പോൾ 3 ദിവസമായിട്ട് രാജാവ് ഫുഡ് കഴിച്ചിട്ടില്ല. രാജാവ് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ കുക്ക് പിന്നെ ഇവൻ വന്നിട്ട് എന്ത് കാണിക്കാനെന്നുള്ള രീതിയിൽ കുക്ക് പുച്ഛിച്ചിട്ടൊക്കെ പോയി. കാരണം ഫേമസ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് പോലും രാജാവിനെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. കുക്ക് വിചാരിച്ച് എന്നാൽ ഇവൻ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും പുച്ഛിച്ചിട്ട് അയാൾ അങ്ങ് പോയി. അപ്പോൾ ഈ നമ്മുടെ ഫേമസ് വിഷവൈദ്യനും ഉണ്ടേ. അപ്പോൾ ഈ ഫേമസ് വിഷവൈദ്യൻ ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുക, ഇവൻ എന്തിനാ ഇവിടെ വന്നത്? ഇയാൾ അന്ന് ആട്ടിപ്പായിച്ച് വിട്ടതല്ലേ, ഇവൻ എന്തിനാ ഇവിടെ വന്നതെന്നുള്ള രീതിയിൽ ആളുകളെല്ലാം അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫേമസ് വിഷവൈദ്യനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ചേട്ടാ ഇവൻ വന്നിട്ട് ഇവൻ എന്തിനാ ഇവിടെ വന്നതെന്നുള്ള രീതി എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. കൊച്ചുരാമൻ എന്ത് ചെയ്തു? ഈ മന്ത്രവും ചൊല്ലി വെള്ളവും തെളിച്ചപ്പോഴത്തേക്കും രാജാവ് അങ്ങ് കണ്ണു തുറന്നു. രാജാവ് ഉടനെ എന്നെ പറഞ്ഞ് എനിക്ക് വിശക്കുന്നെന്ന്, കൊച്ചുരാമൻ പറഞ്ഞ പോലെ. അപ്പോഴത്തേക്കും കഞ്ഞി കൊണ്ടുവന്നു, റൈസ് ഗ്രൂവൽ കൊണ്ടുവന്നു. രാജാവ് അത് കുടിച്ച് കൊച്ചുരാമനെ നല്ല രീതിയിൽ സമ്മാനങ്ങളും കൊടുത്ത് തിരിച്ചയക്കുക. തിരിച്ചയക്കുമ്പോൾ പല്ലക്കിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ നിന്ന വിഷവൈദ്യന്മാർക്കും നമ്മുടെ ഫേമസ് വിഷവൈദ്യനുണ്ടല്ലോ അയാൾക്കൊക്കെ അങ്ങ് നാണക്കേടായി. അപ്പം അയാൾ വിചാരിച്ച് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇവൻ്റെ അടുത്ത് ചോദിച്ചു കളയാം, എന്ത് ചെയ്തിട്ടാണ് ഈ രാജാവ് പിന്നെ എഴുന്നേറ്റത്. കാരണം അന്ന് ഇതുപോലെ വന്ന് നിന്നപ്പം ഞാൻ ഓടിപ്പായിച്ച് വിട്ടതല്ലേ. ഇപ്പോൾ ഇവൻ വന്ന് എന്തോ കാണിച്ചപ്പോഴത്തേക്കും രാജാവ് അങ്ങ് എഴുന്നേറ്റു. അപ്പോൾ ഇവനെ പല്ലക്കിലാണ് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. കാരണം രാജാവിന് സന്തോഷമായി, രാജാവിന് അസുഖം എല്ലാം മാറിയുണ്ട്, കുറേ അധികം സമ്മാനങ്ങളുമായിട്ട്. അങ്ങനെ ഇയാൾ പല്ലക്കിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് പല്ലക്കിൽ കയറാൻ വേണ്ടി വന്നപ്പോൾ നമ്മുടെ കൊച്ചുരാമൻ നമ്മുടെ ഫേമസ് വിഷവൈദ്യനെ കണ്ടു. കൊച്ചുരാമന് ഫേമസ് വിഷവൈദ്യൻ ആരാ? ഗുരുവാണ്. മന്ത്രം പറഞ്ഞു കൊടുത്ത ഗുരു. കൊച്ചുരാമൻ ഓടിച്ചെന്ന് കാൽക്കൽ വീണ്. അപ്പം നമ്മുടെ ഫേമസ് വിഷവൈദ്യനൊന്ന് അന്തം വിട്ട്, ഇവനെന്തിനാ എൻ്റെ കാലേ വീഴുന്നത്? ഇവനെ അന്ന് ഞാൻ പായിച്ചല്ലേ, ചീത്ത വിളിച്ച്. അപ്പോൾ കൊച്ചുരാമൻ പറയുവാണ്, അങ്ങ് പറഞ്ഞു തന്നു. അപ്പോൾ കൊച്ചുരാമൻ ഇങ്ങനെ കാലേ വീണപ്പോൾ ഇയാൾ ചോദിച്ചു, അല്ല നീ എങ്ങനെ ഈ രാജാവിനെ സുഖപ്പെടുത്തിയത്? അപ്പോൾ കൊച്ചുരാമൻ പറയുവാണേ, അയ്യോ അത് ഗുരു പറഞ്ഞു തന്ന മന്ത്രം വെച്ചിട്ടാണ് ഞാൻ സുഖപ്പെടുത്തിയത്. ഗുരു പറഞ്ഞു തന്ന മന്ത്രം എന്തുവാ? വിഡ്ഢി കൂഷ്മാണ്ഡം. അവനെ വിളിച്ചതാണ്, അവനെ ചീത്ത വിളിച്ചത്. പക്ഷെ ഇവനെന്താ വിചാരിച്ചത്? മന്ത്രമാണെന്ന്. അപ്പം ഇങ്ങനെയാണ് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് ഗുരു അങ്ങ് നിന്നുപോയി ഇത് കേട്ടിട്ട്. ഇങ്ങനെയാണ് സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ സ്റ്റോറി. ഇനി നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ്, ക്വസ്റ്റ്യൻസ് നോക്കാം. സോ വാട്ട് അഡ്വൈസ് ഡസ് കൊച്ചുരാമൻ ഗെറ്റ് വെൻ ഹി ഡിസൈഡഡ് ടു ലേൺ ടു ട്രീറ്റ് വിനം? അപ്പോൾ കൊച്ചുരാമൻ ലിറ്ററേറ്റ് ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ചോദിച്ചു നടന്നപ്പോൾ നാട്ടുകാരിലൊരുത്തൻ ആരാണ്ട് പറഞ്ഞ് ആൻറ്റിവെനം ട്രീറ്റ്മെൻറ്റ് പഠിക്കണം എന്നുണ്ടെങ്കിൽ പോയി പഠിക്ക്, എന്തെങ്കിലും ഒരു ഫീ കൊടുത്താൽ മതി, അത് പഠിച്ചു കഴിഞ്ഞാൽ റിച്ച് ആവാം. ഈ വിഷവൈദ്യന്മാർ സാധാരണ എന്തോ മന്ത്രം ചൊല്ലിക്കൊടുക്കും, ആ മന്ത്രത്തിലൂടെയാണ്
ആന്റിവെനം ട്രീറ്റ്മെന്റ് നടത്തുന്നതെന്ന് ഏതോ ഒരു നാട്ടുകാരൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ഇവൻ എന്ത് ചെയ്ത്, ആ അഡ്വൈസ് ആണ് ഇവന് കിട്ടിയത്. ഏതോ മന്ത്രം പഠിച്ചു കഴിഞ്ഞാൽ മതി, അത് 100,000 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആന്റിവെനം ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റും. ഇതാണ് അഡ്വൈസ് കിട്ടിയത്. ദെൻ വാട്ട് ഹാപ്പൻഡ് അറ്റ് ദ ഫ്രണ്ട് ഡോർ ഓഫ് വൈദ്യന്റെ ഹൗസ്. നമ്മുടെ ഫേമസ് വിഷവൈദ്യന്റെ ഫ്രണ്ട് ഡോറിൽ എന്താ സംഭവിച്ചത്, ഇവൻ കുറെ മറ്റേ വെജിറ്റബിളുമായിട്ട് അവിടെ പോയി നിന്നപ്പം മറ്റേ ആൾ എന്ത് ചെയ്തു, രാവിലെ ഇറന്ന് ചീത്ത വിളിച്ചു, വിഡ്ഢി കൂഷ്മാണ്ഡം എന്തിനാന്ന് ചോദിച്ചു. അപ്പം ഇവൻ ഇല്ലിറ്ററേറ്റ് ആയതുകൊണ്ട്, ഇവന് വളരെ ബുദ്ധിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവൻ എന്താ വിചാരിച്ചത്, വിഡ്ഢി കൂഷ്മാണ്ഡം എന്ന് പറയുന്നത് മന്ത്രമാണെന്ന്. എന്താണ്, ആന്റിവെനം ട്രീറ്റ്മെന്റിലുള്ള. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഡിഡ് കൊച്ചുരാമൻ ഡു വിത്ത് അഡ്വൈസ് ഹി ഗോട്ട് ഫ്രം വൈദ്യൻ. ഈ വിഡ്ഢി കൂഷ്മാണ്ഡം എന്ന് വെച്ച അഡ്വൈസിൽ നിന്ന് ഇവൻ എന്താ ചെയ്തത്, ഇത് കേട്ട ഉടനെ കേൾക്കാത്ത പാതി ഇവൻ പോയി കുളിച്ചിട്ട് 100,000 ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഈ മന്ത്രമാണെന്നും പറഞ്ഞ് ആളുകളുടെ വീട്ടിൽ പോയി ഇവൻ ആന്റിവെനം ട്രീറ്റ്മെന്റ് നടത്താൻ തുടങ്ങി. ഇവൻ സക്സസ്ഫുൾ ആയി മാറി. ഹൗ ഡിഡ് കൊച്ചുരാമൻ ബിക്കേം എ വെൽത്തി മാൻ. എങ്ങനെ വെൽത്തി മാൻ ആയത്, ഈ മന്ത്രത്തിലൂടെ, വിഡ്ഢി കൂഷ്മാണ്ഡം എന്ന് പറഞ്ഞ മന്ത്രം ചൊല്ലി ആളുകളെയൊക്കെ ഇവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, സുഖപ്പെടുത്താൻ തുടങ്ങി. ഓക്കെ. പിന്നെ ഹൗ ഡിഡ് കൊച്ചുരാമൻ പ്രിപ്പയർ ഹിംസെൽഫ് ടു ലേൺ ദി ആർട്ട് ഓഫ് ട്രീറ്റിംഗ് വുമൺ. എങ്ങനെയാണ് കൊച്ചുരാമൻ ഈ ആന്റിവെനം ട്രീറ്റ്മെന്റ് പഠിക്കാൻ തുടങ്ങിയത്, എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ. കൊച്ചുരാമൻ ഇല്ലിറ്ററേറ്റ് ആയിരുന്നു, ഇയാള് പുവർ ആയിരുന്നു. ഇയാളുടെ വീടിന്റെ അടുത്ത് ഫേമസ് വിഷവൈദ്യൻ എങ്ങനെ പെട്ടെന്ന് റിച്ച് ആയെന്ന് അറിയാൻ വേണ്ടി നാട്ടുകാരുടെ അടുത്തൊക്കെ ചോദിച്ചു, വിഷവൈദ്യം പഠിക്കണം എനിക്കും. അപ്പോൾ ആളുകൾ പറഞ്ഞു, എന്നാൽ പോയി അവിടെ പോയി ചോദിച്ചു, അയാളൊരു മന്ത്രം പറഞ്ഞു തരും, അത് റിപ്പീറ്റ് ചെയ്താൽ മതി 1000 തവണ എന്ന്. ഇനി ഇയാൾ എന്ത് ചെയ്തു, അവിടെ പോയി ചോദിച്ചു. മറ്റവൻ എന്ത് ചെയ്തു, വിഡ്ഢി ചോദിച്ചില്ല, അവൻ പോയപ്പോൾ എന്താണ് ചീത്ത വിളിച്ച് ഓടിച്ച്, വിഡ്ഢി കൂഷ്മാണ്ഡം എന്തിനാന്ന് പറഞ്ഞ്. വിഡ്ഢി കൂഷ്മാണ്ഡം എന്തിനാന്ന്, വിഡ്ഢി എന്ന് വെച്ചാൽ മീനിങ് എന്താ, ഇഡിയറ്റ് എന്ന് വിളിച്ചാണ്. എന്തിനാണ് നീ ഈ കൂഷ്മാണ്ഡം കൊണ്ടുവന്നത് എൻ്റെ മുമ്പിൽ എന്ന് വെച്ചാൽ ഈ വെജിറ്റബിൾ. ഇവൻ അത് എന്ത് വിചാരിച്ചു, ഇല്ലിറ്ററേറ്റ് ആയിട്ട് ഇവൻ വിചാരിച്ചു മാജിക് വേർഡ്സ് ആണ് അല്ലെങ്കിൽ മാജിക് മന്ത്രമാണെന്ന് വിചാരിച്ചു. ഇവൻ അത് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ആന്റിവെനം ട്രീറ്റ്മെന്റ്. കൊച്ചുരാമന്റെ ക്യാരക്ടർ എങ്ങനെയാണ്, കൊച്ചുരാമൻ ഒരു ബോയ് ആണ്. ലാഡ് എന്ന് വെച്ചാൽ ബോയ് എന്നാണ് അർത്ഥം. പിന്നെ ഇല്ലിറ്ററേറ്റ് ആണ്, ഭയങ്കര നെയ്വാണ്. നെയ്വ് എന്ന് വെച്ചാൽ ഭയങ്കര ഇന്നസെന്റ് ആണ്. ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതങ്ങ് വിശ്വസിക്കും. പിന്നെന്താണ്, പക്ഷെ അദ്ദേഹം വളരെ എന്താണ്, സ്ട്രോങ് ബിലീഫും ഡിവോഷനും ഉള്ള ആളാണ്. സ്ട്രോങ് ബിലീഫ് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഭയങ്കര ബിലീഫുള്ള, വിശ്വാസമുള്ള ഒരു മനുഷ്യനാണ് കഴിവില്. അതുപോലെ തന്നെ ഡിവോഷൻ, സ്ട്രോങ് ബിലീഫും ഡിവോഷനാണ് കൊച്ചുരാമനെ സക്സസ്ഫുൾ ആക്കിയത്. ഡിവോഷൻ എന്ന് വെച്ചാൽ എന്താണ്, ആത്മാർത്ഥത, സിൻസിയറിറ്റി. ഈ വിഡ്ഢി കൂഷ്മാണ്ഡം എന്ന് പറഞ്ഞ മന്ത്രമല്ലായിരുന്നിട്ട് പോലും ഇയാളൊരു 100,000 ടൈംസ് സിൻസിയർ ആയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അല്ലെങ്കിൽ ഉരുവിട്ടപ്പോൾ ഇത് എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരു മാജിക് മന്ത്രം പോലെ ആവാൻ തുടങ്ങി. അതാണ് ക്യാരക്ടർ ഓഫ് കൊച്ചുരാമൻ എന്ന് പറയുന്നത്. അയാൾ എന്ത് ചെയ്തു, പാവപ്പെട്ടവനായിട്ട് പോലും വലിയ എന്താണ് ഇന്നസെന്റ്, അയാളെ ഇന്നസെൻസ് ആണ് അവിടെ കാണിക്കുന്നത്. അയാളുടെ ഗുരുവിൽ അയാൾക്ക് കംപ്ലീറ്റ് ഫെയ്ത്ത് ഉണ്ടായിരുന്നു, അയാളിലും അയാൾക്ക് കംപ്ലീറ്റ് ഫെയ്ത്ത് ഉണ്ടായിരുന്നു. സോ അയാൾ ഈ ഒരു മന്ത്രമാണെന്ന് കരുതി, ഇയാളുടെ ഈ ചീത്ത വിളിച്ചത് മന്ത്രമാണെന്ന് കരുതി അയാൾ എന്ത് ചെയ്യാൻ തുടങ്ങി, റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി 100,000 ടൈംസ്. ഇയാൾ ആ കോൺഫിഡൻസോട് കൂടിയാണ് ഇയാൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, പോയി ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ. പിന്നെ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി അനലൈസ് ചെയ്യാൻ പറഞ്ഞ എന്ത് പറയും, ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി അനലൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ സ്റ്റോറിയുടെ താഴെ ടൈറ്റിലിന്റെ തൊട്ട് താഴെ ഒരു ഇറ്റാലിക്സിൽ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. അതാണ് അതിന്റെ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറിയുടെ എക്സ്പ്ലനേഷൻ. നമുക്ക് സ്ട്രോങ് ബിലീഫും നമുക്ക് നമ്മളിൽ തന്നെ കോൺഫിഡൻസും ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാം. എഡ്യൂക്കേഷൻ വേണം എന്നൊന്നും ഇല്ല. ഇവിടെ കൊച്ചുരാമൻ ജയിച്ചതുപോലെ നമുക്കും എന്ത് ചെയ്യാം, ജയിക്കാം. അതാണ് ടൈറ്റിൽ പറയുന്നത്. കൊച്ചുരാമൻ എങ്ങനെ ട്രീറ്റ് ചെയ്ത് കിങ്ങിനെ, കൊച്ചുരാമൻ കൊട്ടാരത്തിലെത്തിയിട്ട് കുക്കിന്റെ അടുത്ത് പറഞ്ഞ്, രാജാവ് 2 ദിവസം ആയില്ലേ കഴിച്ചിട്ട്, രാജാവ് ഇപ്പൊ പെട്ടെന്ന് ഉണരും, അപ്പോൾ ഉടനെ തന്നെ ഫുഡ് ചോദിക്കും, വേഗം തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്തോളൂ എന്ന് പറയും. എന്നിട്ട് മന്ത്രം ചൊല്ലി ഭസ്മമൊക്കെ തൂവി വെള്ളം കുടയുമ്പോഴത്തേക്ക് രാജാവ് അങ്ങ് എഴുന്നേക്കും. മന്ത്രം എന്ന് പറയുന്നത് ഏതാ, വിഡ്ഢി കൂഷ്മാണ്ഡം. ഇനി ഈ ഒരു സ്റ്റോറിയിലെ ഹ്യൂമർ, അതാണ് എസ്സേ ആണ് അടുത്തത്. ഹ്യൂമറിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ എന്ത് പറയും, നമ്മുടെ ആദ്യം തൊട്ട് തുടങ്ങിക്കണം. ഹ്യൂമറിനെ കുറിച്ച് നമ്മുടെ കഥ ആദ്യമേ കൊട്ടാരത്തിൽ ശങ്കുണിയെ കുറിച്ച് പറയുക, ഈ ഒരു ഐതിഹ്യമാലയിൽ നിന്ന് എടുത്തിട്ടുള്ള സ്റ്റോറിയാണെന്ന് പറയുക, നമ്മുടെ കഥകളെല്ലാം അങ്ങ് പറയുക. ഹ്യൂമർ എന്താണ് ഇവിടുത്തെ, വിഡ്ഢി കൂഷ്മാണ്ഡം എന്ന് പറയുന്ന ഹ്യൂമറാണ്. അത് മന്ത്രമായിട്ട് ആര് വിചാരിച്ചു, നമ്മുടെ കൊച്ചുരാമൻ വിചാരിച്ചു. അത് ശരിക്കും നമ്മുടെ മറ്റേയാള് ഇവനെ ചീത്ത വിളിച്ച് ഓടിച്ചതാണ്. അതാണ് ഇവിടുത്തെ ഹ്യൂമർ എന്ന് പറയുന്നത്. ഹ്യൂമർ, ഇതിനകത്ത് തമാശ എന്താണെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് കേട്ടോ. പിന്നെ എന്ത് പറയാം, നമുക്ക് ഹ്യൂമറിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ വേറെ എന്ത് പറയാം നമുക്ക്. ലാസ്റ്റ് നമ്മുടെ ഗുരു വന്ന്, അതായത് ഫേമസ് വിഷവൈദ്യൻ സ്വയം വന്ന് ചോദിക്കുന്നില്ലേ, ഇവിടെ എങ്ങനെയാണ് രാജാവിനെ ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവൻ പറയുന്നില്ലേ, അയ്യോ ഗുരു പറഞ്ഞെന്ന് മന്ത്രം വെച്ചാൽ ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതും ഹ്യൂമർ സിറ്റുവേഷനാണ്. ഇത് രണ്ടും ഹ്യൂമറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് വെച്ചാൽ സ്റ്റോറി മൊത്തത്തിൽ അങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ.